ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗോബി മഞ്ചൂരിയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് പറ്റിയൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതും റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ട് ഞാനിവിടെ കോളിഫ്ലവറാണ് അതിന് വേണ്ടി എടുത്തത്. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിന് അളവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അത് ഞാൻ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് പൊടി അതിലേക്കിട്ട് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ്. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അതിലുള്ള പുഴുക്കളും കീടങ്ങളൊക്കെ അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നന്നായി ഒന്ന് ആദ്യം കഴുകിയെടുക്കണം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഗ്യാസിൽ വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ നമുക്ക് നന്നായി ഊറാൻ വെക്കണം. അപ്പം വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. പിന്നെ വേണ്ടത് ഒരു ബൗളിലേക്ക് അരക്കൈയിൽ മൈദയും അരക്കൈയിൽ കോൺഫ്ലവറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്മളൊന്ന് കുക്ക് ചെയ്ത ഈ കോളിഫ്ലവർ ഒന്ന് വെള്ളമൊക്കെ ഒഴിവാക്കി നന്നായി ഒഴിവാക്കിയതിന് ശേഷം ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നനവുണ്ടാവും കോളിഫ്ലവറിൽ. എന്നിട്ട് ഈ പൊടിയിലേക്ക് ഇടുമ്പോൾ ഈ കോളിഫ്ലവറിലേക്ക് നന്നായി ഈ പൊടി ഒക്കെ പറ്റി പിടിച്ച് നിൽക്കും കേട്ടോ, ഇതുപോലെ. പക്ഷേ എക്സ്ട്രാ കുറച്ചും കൂടി പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ പൊടി തട്ടി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ കോളിഫ്ലവറൊക്കെ ഒരു വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പൊടിയെല്ലാം ഈ കോളിഫ്ലവർ നന്നായി പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി കുഴച്ചെടുക്കണം. അപ്പം ബാലൻസ് ഉള്ള പൊടി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ബൗളിലേക്ക് തന്നെ, അതായത് കുറച്ച് വലിയ നമുക്ക് കുഴയ്ക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇടണം. ഇട്ടിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കാന്ന് വെച്ചാൽ നമ്മളെ പ്രസ് ചെയ്ത് കുഴയ്ക്കരുത്, മെല്ലെ സോഫ്റ്റായിട്ടൊന്ന് ഇതുപോലെ, അല്ലെങ്കിൽ കോളിഫ്ലവർ പൊട്ടിപ്പോവും. അപ്പോൾ ഈ മാവ് എല്ലാ സ്ഥലവും പറ്റിക്കിടക്കും വേണം, പക്ഷെ പൊട്ടിപ്പോവും ചെയ്യരുത്. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചിങ്ങനെ എടുക്കുക. ബാലൻസ് ഉള്ള കുറച്ചും കൂടി പൊടിയുണ്ട്, ഞാനത് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് കുഴച്ചെടുക്കാൻ. നിങ്ങൾക്ക് ഓവറായിട്ട് പൊടിയാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് പൊടി കുറവ് തോന്നി, അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേണ്ടത് ഇനി പാത്രത്തിലേക്ക് ഒരു പാനിലേക്കോ ചീഞ്ചട്ടിയിലേക്കോ വെളിച്ചെണ്ണയല്ല ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത്. ഇതൊന്ന് ഒത്തിരി ഉള്ളു വേവാൻ വേണ്ടിയിട്ട്. ഇനി അതും മാറ്റി വെച്ചിട്ട് ഇനി അടുത്തതൊന്ന് നമുക്ക് സോസ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സ്പൂണ് ടൊമാറ്റോ സോസും 1 സ്പൂണ് സോയാ സോസും 1 സ്പൂണ് ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് സോസ് ഉണ്ടെങ്കിൽ എല്ലാം സോസായിട്ട് ഉപയോഗിക്കാം. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം. നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ടാണ് ഗോബി മഞ്ചൂരി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ അതൊന്ന് മിക്സ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നന്നായി അലിയിച്ചിട്ട് അതും കൂടി മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതുപോലെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയനാണ് എടുത്തത്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള ഉപയോഗിക്കാം. ഞാൻ സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട് ഇവിടെ. സ്പ്രിംഗ് ഒനിയനിൽ ഞാൻ താഴെ ഭാഗം ഒരു വൈറ്റ് കളറാണ് ഉണ്ടാവുക, മുകളിൽ ഭാഗം ഒരു ഗ്രീൻ കളറാണ് ഉണ്ടാവുക. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ സവോള എടുത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതിനൊരു 5-6 വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇതെല്ലാം റെഡിയാക്കി ആദ്യം നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം. എന്നിട്ടേ ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ ഇതിലേക്ക് തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിൽ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റി കൊടുത്തതിന് ശേഷം ആ സ്പ്രിംഗ് ഒനിയനിലെ താഴെ ഭാഗം കട്ട് ചെയ്ത് ആ വൈറ്റ് കളറുള്ള ഭാഗം ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സവോള എടുത്താൽ മതി. ഇല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള എടുത്തിട്ട് ഇട്ടാൽ മതി. ഇനി നന്നായി അതൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി.
അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ക്യാപ്സിക്കാണ് ഇടുന്നത്. ക്യാപ്സിക്കം അവസാനം ഇട്ടാൽ മതി, അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അതും ഒരു 5-10 സെക്കൻഡ് ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഈ സോസ്, ചില്ലി സോസ് ഇല്ലേ, നമുക്ക് ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അത് തിളച്ചതിന് ശേഷം കോൺഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോൺഫ്ലവർ ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് ആ ഗ്രേവി തിക്കായിട്ട് വരും. തിക്കായിട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കോളിഫ്ലവർ വറുത്തതും കൂടി അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഈ കോളിഫ്ലവറിലേക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്ന് വരണം. അതിന് ശേഷം ഞാൻ ഈ സ്പ്രിംഗ് ഓനിയൻ്റെ ലീഫ് കട്ട് ചെയ്ത് അതും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. അങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആ തിക്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വേണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. ഉപ്പ് ആവശ്യമുള്ളവർക്ക് നോക്കിയിട്ട് ഉപ്പിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചസാരയാണ് എടുത്തത്. ഞാനിവിടെ എടുത്ത ടൊമാറ്റോ സോസിന് അധികം മധുരം കുറവായിരുന്നു. നിങ്ങൾക്ക് എടുക്കുക നോക്കിയിട്ട്, മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ടാൽ മതി. ലാസ്റ്റ് ഒരു 1.5 സ്പൂൺ ഞാൻ മധുരം ഇട്ടിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസിന് നല്ല മധുരമുള്ള ടൊമാറ്റോ സോസൊക്കെ ആണെങ്കിൽ മധുരം ഇടണ്ട. അങ്ങനെ അത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് ഇത് സേവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയും കാണാനോ ഇതിലും ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.